തുറന്നു വിടുന്ന സമയത്ത് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനാവുന്നുള്ള തെറ്റിദ്ധാരണയിൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നടന്നതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ കൂടെ നമ്മുടെ ശങ്കരിപ്പെണ്ണ് കളിക്കാൻ കൂടുന്നുണ്ടാവുക കേട്ടോ. കണ്ടില്ലേ, നമ്മളെ താമരയെ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ ഇപ്പോൾ ഇവർക്ക് വെള്ളം വെച്ചിട്ടാണ് കളിച്ച് കഴിഞ്ഞാൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുളിക്കാനാണ് നമ്മളെ ശങ്കറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഉറപ്പാണല്ലോ അവൻ തന്നെയാണ് അന്ന് ആ പരിപാടി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പം ശങ്കരിപ്പെണ്ണ് തൊട്ടപ്പുറത്തുള്ള ആ കുളത്തിൽ നിന്ന് തലയിടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ കൈ അങ്ങോട്ട് എടുത്തപ്പോൾ അവൾ അതിൽ അങ്ങോട്ട് മാറിയിട്ടോ. പക്ഷെ നമ്മളെ ശങ്കരൻ ഇത് അങ്ങോട്ട് എണീറ്റ് പോരുന്നില്ല. എടാ അങ്ങോട്ട് ഇറങ്ങടാ, വെള്ളത്തിൽ അങ്ങനെ അധികം നേരം ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൾ വെക്കുന്നില്ല കേട്ടോ. പിന്നെ വല്ലാണ്ട് ഞാൻ വാശി പിടിച്ചില്ല, കാരണം ഇച്ചിരി ചൂടൊക്കെ അല്ലേ, ഇച്ചിരി നേരക്കിടക്ക് വെള്ളത്തിൽ കിടന്നോട്ടെ എന്നങ്ങോട്ട് കരുതി കേട്ടോ. ശങ്കരൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ശങ്കരി മെല്ലെ അവൻ്റെ അടുത്തേക്ക് ഞാനും പോവട്ടെ എന്നുള്ള രീതിയിൽ ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെയും അപ്പുറത്തുള്ള പാത്രത്തിലേക്കായിരുന്നു അവളുടെ നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത പാത്രത്തിൽ ആ താമരയിൽ ചേറ് വാരാനുള്ള ഒരു പരിപാടി ഒപ്പിക്കായിരുന്നു നമ്മളെ ശങ്കര കേട്ടോ. അതങ്ങോട്ട് കണ്ടതും നിന്നെ ഞാൻ ഇപ്പം ശരിയാക്കടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ ഓടിയപ്പോൾ അവൾ എൻ്റെ അടുത്തുനിന്ന്, അവൻ എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ കാണിക്കും, അതിൻ്റെ പിന്നാലെ നമ്മളെ ശങ്കരി കാണും. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഈ പ്രശ്നത്തിലൊക്കെ പെട്ടുപോകുണ്ടാവും നമ്മളെ പാവം ശങ്കരി പെണ്ണായിരിക്കും കേട്ടോ. അവനെ പിടിക്കാൻ വേണ്ടി കുഞ്ഞൂസ് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവന് ആ രീതിയിലൊന്നും കിട്ടുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടിയിലേക്ക് പോയിട്ട് അവൻ്റെ സ്ഥിരം പരിപാടി അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. നിനക്ക് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് ശങ്കര എന്ന് പറഞ്ഞപ്പോഴും എന്നെ ഒന്ന് തല്ലിയോ എന്നുള്ളൊരു ഭാവത്തിൽ എൻ്റെ അടുത്തേക്ക് വരുന്നുകൊണ്ടിരിക്കും നമ്മളെ ശങ്കരി പെണ്ണ് കേട്ടോ. പിന്നെ ഞാൻ അവരെ വഴിക്ക് വിട്ടതിന് ശേഷം നേരെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാത്രം അങ്ങോട്ട് എടുത്തുള്ളൂ കേട്ടോ. എത്രയോ കളിത്തിരക്കിൻ്റെ ഇടയിലാണ് ശങ്കരിപ്പെണ്ണ് വന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനായോ എന്നുള്ള രീതിയിൽ ഈ ഒരു നോട്ടം നോക്കുന്നു കേട്ടോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക. പിന്നാലെ തന്നെ നമ്മളെ കുഞ്ഞൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്നപ്പോൾ അവർക്കല്ല എനിക്കാണ് ആദ്യം ഫുഡ് വേണ്ടതെന്നുള്ളൊരു ഭാവത്തിലായിരുന്നു നമ്മളെ മേട്ടുക്കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. മേട്ടുവിന് ഇവരെ കൂടെ കളിക്കാൻ അവിടെ നല്ലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കളിക്കുമ്പോൾ നേരെ ചെവിയുമ്പോൾ കടിച്ച് തൂങ്ങുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിന് ഇവിടെ അടുത്തുനിന്ന് കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് ഞാൻ നിർത്തുന്നത് കേട്ടോ. എന്നാലും അവർ കളിക്കുന്നതും അവർ നോക്കുന്നതും ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ കൂടുതൽ സമയം കാണാനോ അവരുടെ കൂടെ ചിലവഴിക്കാനോ നമ്മളെ മേട്ടുവിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഞാൻ കുഞ്ഞൂസിനെയും ശങ്കരിനെയും കൂട്ടിലാക്കി ഭക്ഷണം കൊടുത്തു. ശങ്കറിനെ പുറത്തൊന്ന് കഴിപ്പിച്ചിട്ട് കൂട്ടിൽ കയറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ ശങ്കറിനെ കൂട്ടിൽ കയറ്റാത്ത സങ്കടത്തിലാണോ ദേഷ്യത്തിലാണോ എന്നറിയില്ല, കുഞ്ഞൂസ് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു, ശങ്കരനും കഴിക്കുന്നില്ലായിരുന്നു. അവസാനം പാത്രം കൂട്ടിൽ വെച്ചതിന് ശേഷമാണ് ശങ്കരനും കഴിച്ചത്. അവൻ കയറിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മളെ കുഞ്ഞൂസും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.